ഹലോ, നമ്മളുടെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും, അല്ലേ? എന്നാൽ മറ്റു ചിലത് എത്ര ശ്രമിച്ചാലും ഓർമ്മയിൽ നിൽക്കില്ല. എന്താണിതിന് കാരണം? ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു പ്രധാന ഉത്തരമാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങളുടെ MA സൈക്കോളജി പഠനത്തിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 അതിലെ ഓർമ്മയുടെ തലങ്ങൾ അഥവാ ലെവൽസ് ഓഫ് റീകോൾ എന്ന ഭാഗം. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. അതെ, വളരെ ശരിയാണ്. ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ വിവരങ്ങൾ എവിടെയോ കൊണ്ടുപോയി വെറുതെ സ്റ്റോർ ചെയ്യുന്ന പോലെയല്ല. മറിച്ച് നമ്മൾ ആ കിട്ടുന്ന വിവരത്തെ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഓർമ്മ. ഇതാണ് ക്രേക്ക് ആൻഡ് ലോക്കാർട്ട് 1972 പറഞ്ഞ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് എന്ന ആശയം. ഓർമ്മ എന്നത് ഒരു തരം ബൈ പ്രോഡക്റ്റാണ്. നമ്മൾ വിവരങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ, ചിന്തിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫലം. ഓഹോ, അപ്പോ നമ്മൾ ഓർക്കാൻ കൂടുതൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിലല്ല കാര്യം, മറിച്ച് ആ വിവരത്തെ പറ്റി എത്ര ഡീപ്പായിട്ട് ചിന്തിക്കുന്നു എന്നതിലാണ്, അല്ലേ? അപ്പോ എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രോസസ്സിംഗിന്റെ തലങ്ങൾ? പ്രധാനമായും 2 തലങ്ങളുണ്ട്. ഒന്ന് ഷാലോ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഉപരിപ്ലവമായ പ്രോസസ്സിംഗ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു വാക്ക് കണ്ടാൽ അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ, അതായത് വലിയ അക്ഷരമാണോ ചെറിയ അക്ഷരമാണോ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം ഫോണിമിക് സൗണ്ട്. ഉദാഹരണത്തിന് ഒരു വാക്ക് വേറൊരു വാക്കുമായിട്ട് റൈം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് പോലെ. അതെ, അതുതന്നെ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ഓർമ്മ വളരെ ദുർബലമായിരിക്കും, പെട്ടെന്ന് മാഞ്ഞു പോകും. ശരിയാ. നമ്മൾ ചിലപ്പോൾ പുസ്തകത്തിലെ പേജ് നമ്പർ ഓർക്കും, പക്ഷെ ഉള്ളടക്കം ഓർക്കില്ല. അതുപോലെയാണോ ഇത്? ഏകദേശം അതുപോലെ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ തലമാണ് ഡീപ്പ് പ്രോസസ്സിംഗ്, അതായത് ആഴത്തിലുള്ള പ്രോസസ്സിംഗ്. ഇവിടെ നമ്മൾ ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ വിവരത്തിൻ്റെ അർത്ഥത്തിലാണ്, അതിൻ്റെ സിമാൻറ്റിക് മീനിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അർത്ഥത്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ? എന്നുവെച്ചാൽ ആ പുതിയ വിവരം നമ്മുടെ കയ്യിലുള്ള പഴയ അറിവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ നോക്കുന്നു. ഇത് ഓർമ്മയെ കൂടുതൽ ശക്തമാക്കും, കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. സാധാരണയായി ഡീപ്പായിട്ട് ചിന്തിക്കാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കുമല്ലോ. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണോ ചിന്തിക്കുന്നത്? അതായത് ആദ്യം ഷാലോ ലെവൽ, പിന്നെ ഡീപ്പ് ലെവൽ, അങ്ങനെ? അതോ ചിലപ്പോൾ നേരിട്ട് അർത്ഥത്തിലേക്ക് പോകാറുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ക്രേക്കും ലോക്കാർട്ടും പറയുന്നതും അതുതന്നെയാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ക്രമത്തിൽ പോകണമെന്നില്ല. ചിലപ്പോൾ വളരെ മീനിങ്ഫുള്ളായൊരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കും. അതിനെ സ്പ്രെഡ് ഓഫ് പ്രോസസ്സിംഗ് എന്നൊക്കെ പറയാം. അതായത് പ്രോസസ്സിംഗ് പല തലങ്ങളിൽ ഒരേ സമയം നടക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഡീപ്പ് ലെവലിലേക്ക് പോകാം. ശരി. ഇപ്പൊ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് നേരം കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് റിഹേഴ്സ് ചെയ്ത് പഠിക്കാറുണ്ടല്ലോ. ഈ ആവർത്തനത്തിന്, അതായത് റിഹേഴ്സലിന് ഈ മോഡലിൽ എന്ത് സ്ഥാനമാണുള്ളത്? അത് ഓർമ്മയെ സഹായിക്കില്ലേ? ആവർത്തനം സഹായിക്കും, പക്ഷേ എങ്ങനെയുള്ള ആവർത്തനം എന്നുള്ളത് പ്രധാനമാണ്. 2 തരത്തിലുള്ള റിഹേഴ്സലുണ്ട്. ഒന്ന് മെയിൻ്റനൻസ് റിഹേഴ്സൽ. ഇത് കിട്ടിയ വിവരം അതേപടി മനസ്സിലിങ്ങനെ ഉരുവിട്ട് ഷോർട്ട് ടേം മെമ്മറിയിൽ നിർത്താൻ ശ്രമിക്കുന്നതാണ്. നമ്മളൊരു ഫോൺ നമ്പർ കിട്ടിയാൽ മറക്കാതിരിക്കാൻ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് പോലെ. അതെ, കൃത്യം. അത് ആ സമയത്ത് ഓർക്കാൻ സഹായിക്കും, പക്ഷേ അത് വിവരത്തെ ആഴത്തിൽ പ്രോസസ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? അതാണോ കൂടുതൽ എഫക്റ്റീവ്? തീർച്ചയായും അതാണ് എലാബോറേറ്റീവ് റിഹേഴ്സൽ. ഇവിടെ വെറുതെ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് പുതിയ വിവരത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിന് നമ്മുടെ കയ്യിലുള്ള പഴയ അറിവുമായിട്ടും അനുഭവങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വികസിപ്പിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുന്ന ഒരു തിയറിക്ക് സ്വന്തമായിട്ടൊരു ഉദാഹരണം കണ്ടെത്തുന്നത് പോലെ. അതെ, വളരെ നല്ല ഉദാഹരണമാണത്. അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം എലാബറേറ്റീവ് റിഹേഴ്സലാണ്. ഇത് ഡീപ്പ് പ്രോസസ്സിങ്ങിനും അതുവഴി നല്ല ഓർമ്മയ്ക്കും സഹായിക്കും. ഈ ഡീപ്പ് പ്രോസസ്സിംഗ് ഓർമ്മ കൂട്ടുമെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടോ? തീർച്ചയായും. ക്രേക്കും ടെൽവിങ്ങും 1975 നടത്തിയ ഒരു ക്ലാസിക് പരീക്ഷണമുണ്ട്. അവർ പങ്കെടുത്ത ആളുകൾക്ക് കുറേ വാക്കുകൾ കൊടുത്തു. എന്നിട്ട് ഓരോ വാക്കിനെക്കുറിച്ചും 3 തരം ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നുകിൽ വാക്കിന്റെ ഘടനയെപ്പറ്റി, ഇത് വലിയ അക്ഷരത്തിലാണോ? അല്ലെങ്കിൽ ശബ്ദത്തെപ്പറ്റി, ഇത് ചാറ്റ് എന്ന വാക്കുമായി റൈം ചെയ്യുമോ?
അതുമല്ലെങ്കിൽ അർത്ഥത്തെപ്പറ്റി. ഈ വാക്ക് ഈ വാചകത്തിൽ ചേരുമോ? എന്നിട്ട് എന്തുപറ്റി? എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അവരോട് ആ കണ്ട വാക്കുകൾ ഓർത്തെടുക്കാൻ പറഞ്ഞു. ഫലം വളരെ വ്യക്തമായിരുന്നു. ഏത് വാക്കിനെക്കുറിച്ചാണോ അതിന്റെ അർത്ഥം ചിന്തിക്കാൻ ആവശ്യപ്പെട്ടത്, അതായത് ഡീപ് പ്രോസസ്സിംഗ്, ആ വാക്കുകളാണ് ആളുകൾ ഏറ്റവും നന്നായി ഓർത്തത്. ഓ, അപ്പോൾ സ്ട്രക്ചറോ സൗണ്ടോ മാത്രം നോക്കിയ വാക്കുകൾ അത്ര ഓർത്തില്ല? ഇല്ല, വളരെ കുറവായിരുന്നു ഓർമ്മ. അപ്പോ ആഴത്തിൽ ചിന്തിക്കാൻ കുറച്ചുകൂടി സമയമെടുത്തിട്ടുണ്ടാവാം, പക്ഷെ അതിന്റെ ഫലം ഓർമ്മശക്തിയിൽ വലിയ വ്യത്യാസമുണ്ടാക്കി. അപ്പൊ ഈ ഇലാബൊറേറ്റീവ് റിഹേഴ്സൽ, പിന്നെ കാര്യങ്ങൾക്ക് അർത്ഥം കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മളൊരു വിവരം സ്വന്തം ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ എളുപ്പാവോ? അതെ, അതാണ് അടുത്ത പോയിന്റ്. അതിനെയാണ് സെൽഫ് റെഫറൻസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മളുമായിട്ട്, നമ്മുടെ അനുഭവങ്ങളുമായിട്ട്, ഇഷ്ടങ്ങളുമായിട്ട്, ലക്ഷ്യങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുമ്പോൾ അത് ഓർക്കാനുള്ള സാധ്യത ഭയങ്കരമായി കൂടും. ഇതൊരു പക്ഷേ ഏറ്റവും ആഴത്തിലുള്ള പ്രോസസ്സിംഗ് ലെവലാണ്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇതിനെ ഒരു തമാശയായിട്ട് നാർസിസിസ്റ്റിക് ട്രെയ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം നമ്മളെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ അറിയാലോ, അതൊരു വലിയ നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കും പുതിയ കാര്യങ്ങൾ ഓർക്കാൻ. കൊള്ളാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ MA സൈക്കോളജി വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഓർമ്മ കൂട്ടാൻ ഈ തത്വം എങ്ങനെ പ്രയോഗിക്കാം? വെറുതെ വായിച്ചു പോകുന്നതിന് പകരം ഏറ്റവും പ്രധാനം, നിങ്ങൾ പഠിക്കുന്ന ഓരോ ആശയത്തിന്റെയും അർത്ഥം എന്താണെന്ന് സ്വയം ചോദിക്കുക. ഇതെന്തിനാണ് പഠിക്കുന്നത്? ഇതിന്റെ പ്രാധാന്യം എന്താണ്? എന്നിട്ട് അതിനെ നിങ്ങൾ മുൻപ് പഠിച്ച മറ്റു തിയറികളുമായിട്ടോ കോൺസെപ്റ്റുകളുമായിട്ടോ ലിങ്ക് ചെയ്യാൻ നോക്കുക. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഈ ആശയം നിങ്ങളുടെ ഒരു അനുഭവവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ എലാബറേറ്റീവ് റിഹേഴ്സലാണ് ചെയ്യുന്നത്. അത് ഡീപ്പ് പ്രോസസ്സിംഗ് ആണ്, ഉറപ്പായും ഓർമ്മ കൂടും. ശരിയാണ്. വെറുതെ പേജ് മറച്ചു നോക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ്. ഈ ഓർമ്മയുടെ തലങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വം ഓർക്കാൻ ശ്രമിക്കില്ല, പക്ഷേ യാദൃശ്ചികമായി നമ്മളെ വല്ലാതെ ആകർഷിച്ച ഒരു പാട്ടിന്റെ വരി, അല്ലെങ്കിൽ സിനിമയിലൊരു ഡയലോഗ്, അതൊക്കെ നമ്മൾ ചിലപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെക്കാൾ നന്നായി ഓർക്കുമല്ലോ. അതും ഈ ഡീപ് പ്രോസസ്സിംഗിന്റെ ഭാഗമാണോ? ഉദ്ദേശമില്ലെങ്കിലും. അതൊരു വളരെ നല്ല നിരീക്ഷണമാണ്. തീർച്ചയായും സാധ്യതയുണ്ട്. കാരണം ഈ തിയറി അനുസരിച്ച് ഓർമ്മയുടെ നിലനിൽപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മൾ ഓർക്കാൻ ശ്രമിച്ചോ എന്നതിനേക്കാൾ പ്രോസസ്സിംഗിന്റെ ആഴമാണ്. അപ്പോ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഒരു കാര്യം നമ്മുടെ ചിന്തയെ ആഴത്തിൽ സ്പർശിച്ചാൽ അത് ശക്തമായ ഒരു ഓർമ്മയായി മാറിയേക്കാം. ഇത് ഓർമ്മയുടെ ഒരു സങ്കീർണതയാണ് കാണിക്കുന്നത്. തീർച്ചയായും ഈ യൂണിറ്റിലെ മറ്റ് ഓർമ്മ മോഡലുകൾ കൂടി നിങ്ങൾ പരിശോധിക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകും.